ഇടുക്കി അടിമാലിയിൽ വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെന്ന് സംശയിക്കുന്നവർ കസ്റ്റഡിയിൽ. കൊല്ലം സ്വദേശികളായ രണ്ടുപേരെ പാലക്കാട് നിന്നാണ് പിടികൂടിയത്. ഫാത്തിമ കാസിമിന്റെ 6 പവന്റെ മാല മോഷ്ടിക്കാനായിരുന്നു കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു ഫാത്തിമയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സന്ദീപ് രാജക്കാടാണ് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുന്നത്. സന്ദീപ്, ഇപ്പോൾ ഈ പിടിയിലായിട്ടുള്ള ആളുകൾ പ്രതികളാണെന്ന് ഉറപ്പിക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്? ബിനിൽ, അക്കാര്യത്തിൽ ഒരു ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി വിശദമായി ചോദ്യം ചെയ്യൽ നടത്തണം എന്നാണ് ആദ്യഘട്ടം മുതൽ തന്നെ പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അയോഗ്യയായിട്ടുള്ള ഇവരെ. കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവായിരുന്നു മരണകാരണമെന്നാണ് പ്രാഥമികമായി നൽകിയിരിക്കുന്ന ഒരു വിവരമെന്ന് പറയുന്നത്. ഇന്ന് ഏതാണ്ട് ഉച്ചയോട് കൂടിയാണ് മറ്റ് നടപടികളെല്ലാം പൂർത്തീകരിച്ച് ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി വീട്ടിൽ നിന്നും മാറ്റിയത്. അതിനിടയിലാണ് ഇത്തരത്തിൽ രണ്ടുപേരെ, പ്രതികളെന്ന് സംശയിക്കുന്ന രണ്ടുപേരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഈ കൊല്ലം സ്വദേശികളായിട്ടുള്ള അലക്സ്, കവിത എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അടിമാലി മേഖലയിൽ ചുറ്റിത്തിരിയുന്നതായിട്ടുള്ള വിവരം ലഭിച്ചിരുന്നു. വീട് വാടകയ്ക്ക് എടുക്കുന്നതിന് വേണ്ടി ഈ മേഖലയിലും അന്വേഷിച്ച് ചെന്നതായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ഈ നാട്ടുകാരുടെ മൊഴിയിൽ നിന്ന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് CCTV അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയും നിലവിൽ ഈ രണ്ടുപേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ പോലീസിന് ഇതൊരു മോഷണ ശ്രമത്തിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു മരണമാണ് അല്ലെങ്കിൽ കൊലപാതകമാണ് എന്ന വ്യക്തത ലഭിച്ചിരുന്നു. കാരണം ഇവരുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന, കൊല്ലപ്പെട്ടയാളുടെ കഴുത്തിലുണ്ടായിരുന്ന മാല മോഷണം പോയിരുന്നു. ഇത് കാണാൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മോഷണ ശ്രമത്തിനിടെയാണ് ഈ ഫാത്തിമ കൊല്ലപ്പെട്ടത് എന്നുള്ളതായിരുന്നു പോലീസിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ആരാണ് എന്നതിനെ സംബന്ധിച്ച് കണ്ടെത്തുക എന്നുള്ളത് പോലീസിനെ ആദ്യം വലച്ചിരുന്നു. കാരണം മറ്റ് തെളിവുകളൊന്നും തന്നെ, ഇല്ലെങ്കിൽ സൂചനകളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് ഈ നാട്ടുകാർ ഇത്തരത്തിലൊരു കാര്യം വ്യക്തമാക്കുന്നത്. അപരിചിതരായിട്ടുള്ള ചിലർ ഈ മേഖലയിലേക്ക് എത്തിയിരുന്നു, സ്ത്രീയും പുരുഷനും എത്തിയിരുന്നു എന്നുള്ളത്. അവർ ഈ വീടിന് സമീപത്തു കൂടി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസിന് ലഭിക്കുന്നത്. അതിനുശേഷമാണ് CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കുകയും പിന്നീട് ഇവരിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നാലും ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്താവുകയുള്ളൂ. എന്തായിരുന്നാലും ശാസ്ത്രീയ തെളിവുകളടക്കം പോലീസ് ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഫോറൻസിക്, അതുപോലെ ഫിംഗർ പ്രിന്റ് തുടങ്ങിയിട്ടുള്ള വിവിധ വകുപ്പുകൾ നേരിട്ടെത്തി വിശദമായിട്ടുള്ള ശാസ്ത്രീയ തെളിവുകൾ പ്രിന്റുകൾ ഉൾപ്പെടെ ഈ സ്ഥലത്ത് നിന്ന് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതുൾപ്പെടെ ഇപ്പോൾ പിടിയിലായിട്ടുള്ള പ്രതികളെന്ന് സംശയിക്കുന്ന ആളുകളുടെ വിരലടയാളങ്ങളുമായി ഒത്തുനോക്കിയ ശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇവർ പ്രതികളാണോ എന്ന് പോലീസ് ഉറപ്പിക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു സന്ദീപ് രാജക്കാട്.